ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിഷമം, ഒരു ദുഃഖം വരുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മൾ മാറി നിന്ന് വിഷമിച്ച് നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ മാറി നിന്ന് കരയാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ കുറച്ച് നല്ല സുഹൃത്തുക്കൾ വരാറുണ്ട്. ആ പോട്ടെ, ഇതൊക്കെ ശരിയാവും, എല്ലാം നേരെയാവും എന്നൊക്കെ പറഞ്ഞ് ചിലർ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. ചിലർ നമ്മളെ ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം അപ്പുറത്ത് മാറി നിന്ന് മറ്റുള്ളവരുടെ അടുത്ത് എന്ത് പറയും, അവൾക്ക് അത് തന്നെ വേണം, എന്തായിരുന്നു അവളുടെ അഹങ്കാരം അല്ലെങ്കിൽ അവൻ്റെ അഹങ്കാരം, ഇപ്പോൾ കണക്കിന് കിട്ടിയല്ലോ, അങ്ങനെ തന്നെ വേണം, ഇങ്ങനെ പറയുന്നവരും ഉണ്ടല്ലേ. ആശ്വസിപ്പിക്കാനേ വരാതെ മാറി നിന്നിട്ട് അവൾക്കത് കിട്ടേണ്ടതാണ്, അവളുടെ കയ്യിലിരിപ്പുണ്ട്, അവൾക്കത് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നവരുമുണ്ട്. ശരിയല്ലേ? നേരെ മറിച്ച് ഇതേ ഒരു വിഷമഘട്ടം ഈ പറഞ്ഞവർക്കുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ അവർ പറയുമോ, ആ ഈ വിഷമം എൻ്റെ കയ്യിലിരിപ്പോണ്ട് എനിക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അവരുടെ കയ്യിലിരിപ്പോണ്ട് കിട്ടി, അവർക്ക് പറയാൻ തോന്നുമോ? ഇല്ല. മനുഷ്യൻ്റെ വികൃതമായ വേറൊരു മുഖമാണത്. അപ്പോൾ പല തരത്തിലുള്ള മനുഷ്യരാണ്. ആരെയും നമുക്ക് പരമാവധി എന്ത് ചെയ്യാതിരിക്കാം? കാരണമറിയാതെ കുറ്റപ്പെടുത്താതിരിക്കാം, അത്രയെങ്കിലും ചെയ്യാമല്ലോ. സ്വർഗവും നരകമൊന്നും ഈ ഭൂമി ആകണ്ട, പക്ഷെ ഒരു സമാധാന അന്തരീക്ഷം കിട്ടാൻ നമുക്ക് അത്രയെങ്കിലും ചെയ്യാം. മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ആരെയും കുറ്റം പറയാതിരിക്കാം, ആരുടെയും കാര്യത്തിൽ നമ്മൾ അമിതമായി ഇടപെടാതിരിക്കാം. അതല്ലേ നാം ചെയ്യേണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഭൂമി സ്വർഗമാക്കാനൊന്നും ശ്രമിക്കാതെ ഇത്രയെങ്കിലുമൊക്കെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ.